പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ചിന്തയിൽ നിന്നാണ് നമ്മുടെ വളർച്ചയും തകർച്ചയും ഉണ്ടാകുന്നത്. പ്രഭാഷകൻ 37:16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമങ്ങളും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്: നന്മയും തിന്മയും, ജീവനും മരണവും. സ്നേഹത്തിനെതിരായ ചിന്ത നാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നാം നമ്മെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്മകൾ കാണാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും കഴിയുമ്പോൾ അത് ജീവനിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ തിന്മകൾ കാണാനും തിന്മകൾ പറയുവാനും തിന്മകൾ പ്രവർത്തിക്കുവാനും തുടങ്ങുമ്പോൾ നാം മരണത്തിലേക്ക്, ആത്മനാശത്തിലേക്കാണ് ചലിക്കുന്നത്. തിരുവചനം പറയുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന്. നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവത്തിൻ്റെ വചനങ്ങൾ നിറച്ചാൽ യേശുവിനെ പോലെ ചിന്തിക്കുവാനും നന്മകൾ ചെയ്യുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനും നമുക്ക് സാധിക്കും. പ്രഭാഷകൻ 28:13 പറയുന്നത്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ എന്നാണ്. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകം വ്യക്തികളെ, അനേകം കുടുംബങ്ങളെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28:17 പറയുന്നു, ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാവും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. അപ്പം നമ്മുടെ നാവ് ഉപയോഗിച്ച് നാം മറ്റുള്ളവരെ പ്രഹരിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ അവരെ തകർത്ത് കളയുകയാണ്, അസ്ഥികളെ തകർക്കുകയാണ് നാം ചെയ്യുന്നത്. യാക്കോബ് 3:6 പറയുന്നുണ്ട്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെ ആണ്, അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തതാണ്. ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ വചനങ്ങളോ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നതെന്ന് യേശുനാഥൻ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരും. വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും സർവ്വ തിന്മകളും നാം ഉപേക്ഷിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. തിന്മ നിറഞ്ഞ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുകയില്ല. മത്തായി 22:29 യേശു പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. ഹെബ്രായർ 4:12 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുകയാണ്. നന്മ തിരഞ്ഞെടുത്ത് ജീവനിലേക്ക് പ്രവേശിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.